കേരള ഹിസ്റ്ററി സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പഴശ്ശി വിപ്ലവങ്ങൾ എന്നൊക്കെയാണ് നടന്നതെന്നും ആരൊക്കെ ഇതിൽ പങ്കാളികളായി എന്നതും എവിടെ വെച്ചാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിവരണമായി നൽകുകയും PSCക്ക് ചോദിക്കുന്ന മുറയ്ക്കുള്ള ഒരു ചോദ്യാവലി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട PSCക്ക് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും കിട്ടുന്നതിന് വീഡിയോ അവസാനം വരെ പൂർണ്ണമായും കാണുക. വിവരണത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും രണ്ട് പഴശ്ശി വിപ്ലവങ്ങളാണുള്ളത്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയും രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയുമാണ്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോട്ടയം രാജവംശത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഒന്നാം പഴശ്ശിക്കലാപം 1793 മുതൽ 1797 വരെയാണ്. പ്രക്ഷോഭത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അതായത് മൈസൂർ രാജാക്കന്മാർ ഉദ്യോഗസ്ഥന്മാർ മുഖേന കൃഷിക്കാരിൽ നിന്നും നേരിട്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഈ നയം മാറ്റി 5 വർഷത്തെ നികുതി ഒരുമിച്ച് കൊടുക്കണം എന്നാക്കി. കോട്ടയത്ത് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. പഴശ്ശിരാജ ടിപ്പുവിനെതിരായ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. പഴശ്ശിരാജയ്ക്ക് രാജസ്ഥാനം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ടിപ്പു പിന്മാറിയപ്പോൾ കോട്ടയം പ്രദേശം അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് നൽകി. അപ്പോൾ പഴശ്ശി കോട്ടയത്തെ മുഴുവൻ നികുതിയും നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. ലഫ്റ്റനൻ്റ് ഗോർദൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം പഴശ്ശിരാജയെ കൊട്ടാരത്തിൽ വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. രാജാവ് കൊട്ടാരത്തിൽ നിന്നും മാറിയ സാഹചര്യത്തിൽ കമ്പനി പട്ടാളം കൊട്ടാരം കൊള്ളയടിച്ചു. രാജാവ് വയനാട് കാടുകളിലേക്ക് നീങ്ങി. എങ്കിലും കേണൽ ഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം പെരിയ ചുരം വരെ എത്തി. 3 മാസത്തോളം ഈ യുദ്ധം തുടർന്നു. എന്നാൽ കുറിച്യർ, നായർ വിഭാഗങ്ങളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ കമ്പനി പട്ടാളം പിൻവാങ്ങി. നിരന്തര ആക്രമണം രാജാവുമായി സന്ധിക്ക് വഴിയൊരുങ്ങി. ബോംബെ ഗവർണറായിരുന്ന ജൊനാഥൻ ഡങ്കൻ പഴശ്ശിയുമായി അനുരഞ്ജനത്തിന് തയ്യാറായി. ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിച്ചു. ഇനി രണ്ടാം പഴശ്ശിക്കലാപം 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശിക്കലാപം നടക്കുന്നത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് കലാപകാരണം. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിച്ചു. രണ്ടാം പഴശ്ശിക്കലാപം അടിച്ചമർത്തുന്നതിനായി ബ്രിട്ടീഷിൻ്റെ ഭാഗത്തു നിന്നും ആർതർ വെല്ലസ്ലിയെയാണ് നിയോഗിച്ചത്. പഴശ്ശിരാജ നയിച്ചത് ഒളിപ്പോര് യുദ്ധമായിരുന്നു. 1801 രാജാവിൻ്റെ സേനാനായകനായിരുന്ന കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപമുള്ള കുന്നിൻപുറത്ത് വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു. 1802 കലാപകാരികൾ എടച്ചേന കുങ്കൻ നായരെയും തലയ്ക്കൽ ചന്തുവിൻ്റെയും നേതൃത്വത്തിൽ പനമരം കോട്ട പിടിച്ചെടുത്തു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുമുള്ള പഴശ്ശി പോരാളികളെ നേരിടാൻ കോൽക്കാർ എന്ന പേരിൽ ഒരു സംഘത്തെ രൂപീകരിച്ചു. അപ്പോഴാണ് തോമസ് ഹാർവേ ബേബർ തലശ്ശേരി കളക്ടറായി നിയമിതനായത്. പഴശ്ശി കലാപം അടിച്ചമർത്താനുള്ള ഉത്തരവ് അദ്ദേഹത്തിന് ലഭിച്ചു. പഴശ്ശിയെയും സംഘത്തെയും പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. 1805 നവംബർ 30 മാവിലാൻ തോട് വെച്ച് നടന്ന യുദ്ധത്തിൽ പഴശ്ശിരാജാവിന് വെടിയേറ്റു. ഇനിയും PSCക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. ഒന്നാം പഴശ്ശി കാലഘട്ടം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കാലഘട്ടം 1800 മുതൽ 1805 വരെ. ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവ്. രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം
ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി പഴശ്ശി കലാപം നടക്കുമ്പോൾ സബ് കളക്ടർ തോമസ് ഹാർവേ ബേബർ. പഴശ്ശി രാജാവിൻ്റെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ. പഴശ്ശി ഏത് രാജകുടുംബത്തിലെ അംഗമാണ്? കോട്ടയം രാജകുടുംബത്തിൽ. കോട്ടയം രാജകുടുംബത്തിലെ അംഗങ്ങൾ അറിയപ്പെടുന്നത് പുരളീശ്വരന്മാർ. പുരളിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ. കെട്ടിയോട്ട് രാജാവ് എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജ. ഒന്നാം പഴശ്ശി കലാപം നടന്ന നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട്. രണ്ടാം പഴശ്ശി കലാപം നടന്ന നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ രംഗഭൂമി പുരളിമല. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1792. ആരൊക്കെ തമ്മിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്? ബ്രിട്ടീഷ് ആൻഡ് ടിപ്പു. പുരളിമല ഏത് താലൂക്കിലാണ്? തലശ്ശേരി. പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച യുദ്ധമുറ ഗൊറില്ല. ഒന്നാം പഴശ്ശി യുദ്ധം ഒത്തുതീർപ്പാക്കാൻ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും വന്നത് ജൊനാഥൻ ഡാങ്കർ. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച വയനാട്ടിലെ ആദിവാസി വിഭാഗം കുറിച്യരുടെ തലവൻ തലയ്ക്കൽ ചന്തു. പനമരം കോട്ട ആക്രമണം നടന്ന വർഷം 1802. ആരുടെ നേതൃത്വത്തിലാണ് പനമരം കോട്ട ആക്രമണം നടന്നത്? തലയ്ക്കൽ ചന്തു. പഴശ്ശി കൊല്ലപ്പെട്ട വർഷം 1805. കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കർ. പഴശ്ശി കൊല്ലപ്പെട്ട സ്ഥലം മാവിലാന്തോട്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. കലാപകാരികളാണെങ്കിലും പഴശ്ശി രാജാവ് ഈ നാട്ടിൽ മുറപ്രകാരമുള്ള രാജാവാണ്. ഒരു പരാജിത ശത്രു എന്ന രീതിയിലല്ല പെരുമാറേണ്ടത്. ഈ നാട്ടിലെ ഭരണാധികാരിയെയും ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തോട് പെരുമാറേണ്ടത്. ഇപ്രകാരം പറഞ്ഞത് TH ബേബർ. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. പഴശ്ശി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം. പഴശ്ശി കലാപം പ്രമേയമാക്കിയിട്ടുള്ള കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചത് MD വാസുദേവൻ നായർ. കേരളവർമ്മ